ഹലോ, വെൽക്കം ടു ഗീതംസ് കിച്ചൻ. ഞാൻ ഗീത. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് കുറുമയാണ്. ഇത് നമുക്ക് ഇനിയിപ്പം അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തി, ഗീ റൈസ് ഇവയോടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വിധത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ട് ആദ്യം നമുക്കൊരു പ്രഷർ കുക്കർ അടുപ്പ വെച്ചിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി ചൂടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുവാണ്. ആ പഞ്ചസാര കുറച്ച് കാരമലൈസ് ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യണം. അതിൻ്റെ നിറം മാറി വരുന്നുണ്ട്. ഞാൻ അരിഞ്ഞു വെച്ച ഒരു 3 സവാള ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ഇതൊന്ന് വഴറ്റുമ്പോഴത്തേന് ഒരു 4 ഉണക്കമുളക്, ഇത് കാശ്മീരി ചില്ലിയാണ്, ചെറിയൊരു പീസ് ഇഞ്ചി, 3-4 വെളുത്തുള്ളി, ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരും. ഇത് ഒരുമാതിരി വഴന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ക്രഷ് ചെയ്തുകൊണ്ട് വന്നാൽ ഇത് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ആ ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും വത്തൽമുളകും കൂടെ ഞാൻ ആഡ് ചെയ്തു. അത് ഇച്ചിരി വഴന്നു കഴിയും. തിരി താത്തിട്ടിട്ട് 1 ടീസ്പൂൺ കുരുമുളക്, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയൊരു പീസ് പട്ട, 2-3 ഏലക്ക, 2-3-4 ഗ്രാമ്പു, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് ഞാൻ കാശ്മീരി ചില്ലി എടുത്തേക്കുന്നത്, അതത്രയും കൂടുതൽ എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഈ പറഞ്ഞ ഈ മസാലകളെല്ലാം നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. സവാളയും മുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചുകൊണ്ട് വന്ന ആ മസാലപ്പൊടി അത് ഇതിനകത്തോട്ട് ഇടുക. അത് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അതും കൂടെ ഒഴിക്കുക. ഇത് വഴന്ന് കഴിയുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇടണം. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അതിനകത്ത് ഞാനൊരു ഇടത്തരം 2 ടൊമാറ്റോ അരിഞ്ഞത് അതും കൂടി ഇതിനകത്ത് ഇടുക. ഞാൻ നേരത്തെ തന്നെ ഒരു 2 മണിക്കൂർ മുൻപേ ഒരു 1/2 കിലോ ബീഫ് മുറിച്ച് കഴുകി അതിനകത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ നാരങ്ങാനീരും 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീഫാണിത്. ഇപ്പം നമ്മൾ ഇനി ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ വഴറ്റാൻ വെച്ചിരുന്ന അരപ്പെല്ലാം വഴന്നു, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പിടണം. ഇത് നമുക്കിനി പ്രഷർ കുക്കർ അടച്ച് കുക്ക് ചെയ്യാം. 2 വിസിൽ കഴിഞ്ഞിട്ട് ഫ്ലെയിം താത്തിട്ട് പിന്നെ ഒരു വിസിൽ കൂടെ കെട്ടി കഴിയുമ്പോൾ ഓഫ് ചെയ്യണം. സ്റ്റീം വന്ന് ഇനി നമുക്ക് വെയിറ്റ് വെക്കാം. ഇപ്പം 2 സ്റ്റീം വന്നു. ഇനി നമ്മൾ തിരി താത്തിട്ട് ഒരു സ്റ്റീമും കൂടെ വരണം. അങ്ങനെ ഞാൻ എൻ്റെ ബീഫ് കുക്ക് ചെയ്ത് കഴിഞ്ഞു. നോക്കണം, ഇനി തുറന്ന് നോക്കണം അത് വെന്തിട്ടുണ്ടോയെന്ന്. ഞാൻ ആദ്യം പ്രഷർ വന്നിട്ട് 2 വിസിലും, അത് കഴിഞ്ഞ് അത് ലോ ഫ്ലെയിമിലിട്ട് 2 വിസിലും കൂടെ കേട്ടിട്ടാണ് തുറന്ന്. നമുക്കിനി നോക്കാം അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലതായിട്ട് നമുക്ക് നോക്കാം ഇത് വെന്തിട്ടുണ്ടോയെന്ന്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് കരിവേപ്പില. ഇച്ചിരി നല്ലതായിട്ട് കരിവേപ്പില ഇടുന്നുണ്ട്. കരിവേപ്പില ഇട്ട് ഒരു 2 പച്ചമുളക് 2ആയിട്ട് കീറിയത് അത് ഇട്ട് ഇനി നമുക്കൊന്നുകൂടെ തീ കത്തിക്കണം. ഇത് നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം തിളച്ചോട്ടെ. തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സും കൂടെ നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ തേങ്ങയും കാഷ്യൂ നട്ട്സും കൂടെ അരച്ച മിക്സിനകത്തോട്ട് ഒഴിക്കാൻ പോവാണ്.
അങ്ങനെ നമ്മുടെ ബീഫ് കുർമ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാവാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കുർമ റെഡി ആയിട്ടുണ്ട്. ഞാനത് പ്ലേറ്റ് ചെയ്തു. ഞാൻ ഇച്ചിരി ഇഞ്ചി കനം കുറച്ചരിഞ്ഞതും പച്ചമുളകും ചെറു ടൊമാറ്റോയും വെച്ച് അത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഒരു ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ഗീ റൈസ്, സ്പെഷ്യൽ ഒക്കേഷനൊക്കെ നമുക്കിത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അങ്ങനെ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കാണുന്നവരും വരെ നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.